നിലയിൽ നടന്ന ഒരു പഞ്ചായത്താണ്. അന്ന് വള്ളൂരാൻ സൈനുദ്ദീനാക്കയാണ് ഇവിടെ പ്രസിഡന്റ്. ജനകീയാസൂത്രണത്തിന്റെ കൺവീനറായി നമ്മളെ കുളമ്പൻ അസാക്കായിരുന്നു. അന്ന് അസാഖാന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വേലായുധൻ രംഗത്ത് വരുന്നത്. അസാഖും വേലായുധനൊക്കെ ഇതിൽ എക്സ്പെർട്ടുകളായിരുന്നു. പ്രൊജക്ടുകൾ എഴുതിയുണ്ടാക്കാനും DRPമാര് അന്നത്തെ അതില് വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളായിരുന്നു ഇവര്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും തന്നെ അന്ന് ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിൽ വലിയ മികവ് കാണിച്ചു. അതിന് മുന്നിൽ നിന്നത് കമ്മുക്കുട്ടി മാഷാണ്. കാരണം അതിൽ പ്രായം കുറഞ്ഞ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്കും കാര്യങ്ങൾ പഠിക്കുകയും പുതിയ പുതിയ ഓർഡറുകൾ, ഗവൺമെന്റ് ഓർഡറുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാനൊക്കെ മുന്നിൽ നിന്ന ആള് കമ്മുക്കുട്ടി മാഷാണ്. ഞങ്ങൾ തമാശയായിട്ടാണ് പറഞ്ഞിരുന്നത്, കുറ്റിപ്പുറം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അന്ന് കുട്ടികളെ ഒരു സമിതി, പേരുകൊണ്ട് എല്ലാവരും കുട്ടികളാണ്. പ്രസിഡന്റ് കദിയക്കുട്ടി ടീച്ചറാണ്, പിന്നുണ്ടായിരുന്ന ആയിഷക്കുട്ടി ടീച്ചറാണ്, പിന്നൊന്ന് മാരാത്ത് സെയ്താലുട്ടിയാക്കയാണ്, അതിലും കുട്ടിയുണ്ട്. കുറ്റിപ്പുറത്ത് തെക്കഞ്ചേരി മുഹമ്മദ് കുട്ടിയാണ്, അതും കുട്ടിയാണ്. ഇവിടുന്ന് KTK അടിയൂരുണ്ടായിരുന്നു, അത് KT കുഞ്ഞുമൈദിയും കുട്ടിയാണ്. പിന്നുണ്ടായിരുന്നത് കമ്മുക്കുട്ടി മാഷാണ്, മൂപ്പരും കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമാശയായി പറയുമെങ്കിലും ജനകീയാസൂത്രണ പ്രവർത്തന രംഗത്ത് കുറ്റിപ്പുറം ബ്ലോക്ക്, അതിനു ചുറ്റുമുള്ള പഞ്ചായത്തുകൾ ഒക്കെ നല്ല പ്രാഗൽഭ്യം കാഴ്ചവെച്ച ഒരു കാലമായിരുന്നു. ഇവിടെ വള്ളൂരാൻ സൈനുദ്ദീനൊക്കെ ഉണ്ടായിരുന്നു, വളാഞ്ചേരിയിൽ അബു യൂസുഫ് ഗുരുക്കൾ ഉണ്ടായിരുന്നു. സലീമിനൊക്കെ അറിയാം. ഞങ്ങള് അന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ജനകീയാസൂത്രണത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രൊജക്ട് വളാഞ്ചേരി ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഗവൺമെന്റിന്റെ ഒരു